HSS സ്റ്റഡി മെറ്റീരിയൽസിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ കഴിഞ്ഞ എടുത്ത ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേറ്റ് ദ ആംഗിൾ, അതായത് ഇവിടെ പറയുന്നത് ഇതാണ്, 1 ഡിഗ്രി 1 മിനിറ്റ് 1 സെക്കൻഡ് കാണുന്നുണ്ട്. ഇതിൻ്റെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ് എന്നും 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ് എന്നും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നോക്കുക. അപ്പം 1 ഡിഗ്രിയെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചതാണ്. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു π/180 റാഡ് എന്നത്. ആ π/180 ചെയ്താൽ ഈ ഒരു ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഒന്നുകൂടി തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തതിൻ്റെ ആൻസർ നമുക്കറിയാം. രണ്ടാമത്തത് കണ്ടുപിടിക്കേണ്ടത് 1 മിനിറ്റ് ആണ്. 1 മിനിറ്റ് ആകുമ്പോൾ പറയാം 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റാണ്. അപ്പം 1 ഡിഗ്രിയും 60 മിനിറ്റാണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, 60 മിനിറ്റ് ഈക്വൽ ടു 1.75 ഈ ഒരു ഇങ്ങനെ എഴുതാം. ഇത് എഴുതിയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 മിനിറ്റാണ്. അപ്പം 60 മിനിറ്റ് 1.745 ഇൻറ്റു 10⁻²⁴ റാഡ് ആണെങ്കിൽ 1 മിനിറ്റ് ഈക്വൽ ടു 1.745 അടിയിലുണ്ട് 1.745 ഇൻറ്റു 10⁻²/60 ആയിരിക്കും. ഈ 60 വരും 1 മിനിറ്റ്. അപ്പോൾ ആ ഉത്തരം കിട്ടി. ഇനി അടുത്തത് കണ്ടുപിടിക്കുന്നത് 1 സെക്കൻഡാണ്. നമുക്കറിയാം 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ് ആണെന്ന്. അപ്പോൾ 1 മിനിറ്റ് ഈക്വൽ ടു 60 സെക്കൻഡ് ഈക്വൽ ടു ഈ ഒരു ഇത്. അപ്പോൾ ഇനി നമുക്ക് 60 സെക്കൻഡ് 2.908 ഇൻറ്റു 10⁻⁴ ആണെങ്കിൽ 1 സെക്കൻഡ് ഈക്വൽ ടു 2.908 ഇൻറ്റു 10⁻⁴/60 കിട്ടും. ആ ആൻസറാണ് ഇത്. അടുത്തത്, the moon is observed from 2 diametrically opposite points A and B on Earth. അതായത് ഇത് എർത്താണെന്ന് കരുതുക. ഇത് എർത്താണെങ്കിൽ ഇതിൻ്റെ ഡയമെട്രിക്കൽ പോയിൻറ്റ്സ്, അതായത് ഡയമീറ്റർ ഏതായിരിക്കും, ഈ ഒരു പോയിൻറ്റിൽ നിന്നും ഇവിടെയുള്ള മൂണിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്, ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. ഇനി അടുത്തത്, the angle theta subtended at the moon by the two direction of observation is 1 degree 54 minute. Given the diameter of the earth, അതായത് ഇവിടെ പറയുന്നത് ഈ എയിൽ നിന്ന്, എ എന്ന് പറയുന്ന പൊസിഷനും ബി എന്ന് പറയുന്ന പൊസിഷനാണ്. ഇവിടെ നിന്ന് നോക്കിയപ്പോഴും ചോദ്യം മനസ്സിലാക്കണം. സബ്ടെൻഡഡ് അറ്റ് ദി മൂണിൽ ആംഗിൾ എത്രയാണോ കൊണ്ട് ഈ രണ്ട് ലൈനും ഉണ്ടാക്കിയത്, ബൈ ദി 2 ഡയറക്ഷൻ ഓഫ് ഒബ്സർവേഷൻ, ഈ 2 ഡയറക്ഷൻ ഓഫ് ഒബ്സർവേഷൻ ഉണ്ടാക്കിയ ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ 1 ഡിഗ്രി 54 മിനിറ്റ് ആണ്. ഓക്കെ, given the diameter of the earth to be about 1.276 into 10⁻⁷ meter, compute the distance of the moon from the earth. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഡയമെട്രിക്കൽ ആയിട്ടുള്ള 2 പോയിൻറ്റ്സ് ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഡയമീറ്റർ, എർത്തിൻ്റെ ഡയമീറ്ററും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1.276 ഇൻറ്റു 10⁻⁷ മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്ന ഈ മൂണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസാണ് ഇവിടുത്തെ വരെയുള്ള ഡിസ്റ്റൻസാണ്, എർത്തിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് നോക്കാം. ആദ്യം നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു കണക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഏതൊരു മെഷർമെൻറ്റ് തന്നാലും അതിനെ നമ്മൾ അതിൻ്റെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ലെങ്ത് ആണെങ്കിൽ സെൻറ്റിമീറ്റർ ലെങ്ത്ത് 100 സെൻറ്റിമീറ്റർ എന്ന് തന്നാൽ നമ്മൾ ഈ കാൽക്കുലേഷൻ നടത്തുമ്പോൾ 1 മീറ്റർ എന്ന് ഇതിനെ കൺവേർട്ട് ചെയ്യും. കാരണം മീറ്ററാണ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് നമുക്ക് അറിയാം. ഏതാണെങ്കിലും അതിൻ്റെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, കാൽക്കുലേഷൻസ് നടത്താറുള്ളൂ. അതേപോലെ തന്നെ ആംഗിളിൻ്റെ
യൂണിറ്റ് റേഡിയൻ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഈ ആംഗിളിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അവിടെ നിങ്ങൾക്കൊരു ചെറിയ പ്രശ്നം വരുന്നത് പോലെ കാണും. അതായത് 1 ഡിഗ്രിയാണ് ഇവിടെയുള്ളത്, അതേപോലെ തന്നെ 54 മിനിറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 54 മിനിറ്റിനെയും കൂടി ഈ 1 ഡിഗ്രി 54 മിനിറ്റിനെ ഫുള്ളായിട്ട് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എളുപ്പമാകും. അപ്പോൾ നമുക്കറിയാം എന്താണ് 1 ഡിഗ്രി 54 മിനിറ്റ്, 60 മിനിറ്റ് ഈക്വൽ ടു 1 ഡിഗ്രി ആണെന്ന് അറിയാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 1/60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ 1 മിനിറ്റ് ഈക്വൽ ടു 1/60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 54 മിനിറ്റ് ഈസ് ഈക്വൽ ടു 54 ഇൻറ്റു 1/60 ഡിഗ്രി. 54 മിനിറ്റ് ഈക്വൽ ടു 54 ഇൻറ്റു 1/60 ഡിഗ്രി. ഇത് ഒന്ന് വെട്ടിച്ചെറുതാക്കിയാൽ 9/10 കിട്ടും, പിന്നെ 0.9 കിട്ടും. ഓക്കെ, ഈ 1 ഡിഗ്രി 54 മിനിറ്റ് നമുക്ക് എന്താ 54 മിനിറ്റ് 0.9 ഡിഗ്രിയാണ്. അപ്പം 1 ഡിഗ്രി 0.9 മിനിറ്റ് ഒക്കെ 1.9 ഡിഗ്രി ആയിരിക്കും. അത് ഈ 1.9 ഡിഗ്രിയെ നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പോകുന്നത്. റേഡിയനിൽ കൺവേർട്ട് ചെയ്യാൻ അറിയാം നിങ്ങൾക്ക്. 1 ഡിഗ്രി ഈക്വൽ ടു π/180 ആണെന്ന് അറിയാം. അപ്പോൾ 1.9 ഇൻറ്റു π/180 റേഡിയൻ ആയിരിക്കും. ഇത് ചെയ്താൽ കിട്ടുന്നത് ഇതായിരിക്കും. ആ റേഡിയൻ ആയിരിക്കും 1 ഡിഗ്രി 54 മിനിറ്റ് എന്ന് വെച്ചാൽ. ഇനി അടുത്തത് നമുക്ക് തന്നിട്ടുണ്ട് AB എന്ന ലെങ്ത്ത് 1.276 × 10⁻⁷ മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു മൂൺ ഈസ് ഈക്വൽ ടു, ഈ ഒരു ഡിസ്റ്റൻസിനെ ഡി ആക്കി എടുക്കുന്നു. ദെൻ ഡി ഈസ് ഈക്വൽ ടു AB/θ, അതായത് ഡി ഈസ് ഈക്വൽ ടു AB ആർക്ക് ലെങ്ത്ത് ബൈ ആംഗിൾ. നമുക്കറിയാം, നമ്മൾ ആദ്യം പഠിച്ചാണ് θ ഈക്വൽ ടു L/R എന്ന്. ഓക്കെ, പിന്നെ R നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. R ഈസ് ഈക്വൽ ടു L/θ. ഇവിടെ R ഈസ് ഈക്വൽ L/θ. ഇത് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. θ/1 ഈക്വൽ ടു L/R ആണ്. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ θR ഈക്വൽ ടു L എന്ന് വരും. L × 1 L തന്നെയാണ്. ഇനി R ഈക്വൽ ടു ഈ θ ഇൻറ്റു θ എന്നുള്ളത് ഡിവൈഡഡ് ബൈ θ എന്ന് ആയി. R ഈസ് ഈക്വൽ ടു L/θ എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷനിൽ നമ്മളെ മെഷർമെൻറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എർത്തും മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ ഇത് ചെയ്തപ്പോൾ കിട്ടിയത് 3.84 × 10⁸8 മീറ്ററാണ് ഇവിടെ കിട്ടിയത്. അടുത്തത് ദ സൺസ് ആംഗുലാർ ഡയമീറ്റർ ഈസ് മെഷേർഡ് ടു ബി 1.20 സെക്കൻഡ്. ദ ഡിസ്റ്റൻസ് d ഓഫ് ദ സൺ ഫ്രം ദ എർത്ത് ഈസ് 1.496 × 10⁻11 മീറ്റർ. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സൺ? അതായത് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ സൺസ് ആംഗുലാർ ഡയമീറ്റർ, ഇവിടെ ആംഗുലാർ ഡയമീറ്റർ എന്ന് വെച്ചാൽ ഇത് എർത്താണെന്ന് കരുതുക, ഇത് സണ്ണാണെന്ന് കരുതുക. ഓക്കെ, സൺ, ഇത് എർത്ത്. അതായത് നമുക്കറിയാം സണ്ണിൻ്റെ ആംഗുലാർ ഡയമീറ്റർ, സണ്ണിൽ നിന്നും രണ്ട് ഡയമട്രിക്കൽ പോയിൻറ്റ്സിൽ നിന്നും, സണ്ണിൻ്റെ ഡയമട്രിക്കൽ പോയിൻറ്റ്സിൽ നിന്നും നമ്മൾ ഒബ്സേർവ് ചെയ്ത് എർത്തിനെ ഒബ്സേർവ് ചെയ്യുകയാണെങ്കിൽ സൺസ് ആംഗുലാർ ഡയമീറ്റർ എന്ന് വെച്ചാൽ സണ്ണിൻ്റെ ആംഗിൾ, ഈ രണ്ട് ഡയമീറ്ററിൽ നിന്നും ഒബ്സേർവ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിനാണ് സൺസ് ആംഗുലാർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് 1920 സെക്കൻഡ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആംഗിൾ തന്നെയാണ് തന്നത്, മിനിറ്റ് വെച്ചാൽ നിങ്ങൾക്കറിയാം. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് അടുത്തത് പറയുന്നത്? ദ ഡിസ്റ്റൻസ് ഡി ഓഫ് ദി സൺ ഫ്രം ദ എർത്ത് ഈസ്, ഈ ഒരു ഡിസ്റ്റൻസും എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. 1.496 × 10⁻11 മീറ്റർ ആണെന്ന് നമുക്ക് തന്നു. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സൺ? ഇനി സണ്ണിൻ്റെ ഡയമീറ്ററാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ഇക്വേഷനിൽ ഇതൊന്നുമില്ല, സിമ്പിളാണ്. ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇവിടെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ ആംഗിൾ മെഷർ, അതായത് ഇതിപ്പോൾ 1.20 സെക്കൻഡാണ്. ഈ ഒരു സെക്കൻഡിനെ ഡയറക്റ്റായിട്ട് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ചെയ്ത വഴിയല്ല, കഴിഞ്ഞ ക്വസ്റ്റിന് ചെയ്ത ഒരു വഴിയല്ല ഇത് മറ്റൊരു വഴിയാണ്. അതായത്
ഇത് നോക്കുക. നമുക്കറിയാം 1 ഡിഗ്രി ഈക്വൽ ടു π/180 റേഡിയൻ ആണ് നിങ്ങൾക്കറിയാം. ഈ 1 ഡിഗ്രി 60 മിനിറ്റിനും ഈക്വൽ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ 1 ഡിഗ്രി നിങ്ങൾ മറന്നേക്കും. പിന്നെ ഈ ഒരു ഇക്വേഷൻ ആലോചിക്കുക. 60 മിനിറ്റ് π/180 ആണ്. അങ്ങനെയാകുമ്പോൾ 1 മിനിറ്റ് എത്രയായിരിക്കും? 1 മിനിറ്റ് ഈക്വൽ ടു ഈ 60 നേരെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, π/180 ഇൻറ്റു 60 വരും. ഓക്കെ, ഈ 1 ഇനി ഇത് മറന്നേക്കും. എന്താ പറയുക, നിങ്ങൾക്കറിയാം 1 മിനിറ്റ് ഈക്വൽ ടു 60 സെക്കൻഡ് ആണെന്നറിയാം. ഇനി ഇത് മറക്കുക. ഇത് നോക്കുക, 60 സെക്കൻഡാണ് π/180 ഇൻറ്റു 60. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് അല്ല 1 സെക്കൻഡ് എന്തായിരിക്കും? π/180 ഇൻറ്റു 60 ഇൻറ്റു 60. ഇവിടെ പറയുന്ന പോലെ ഈ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 ഇൻറ്റു 60. ഇനി നമുക്ക് ഡയറക്റ്റ് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു വഴി കിട്ടി. അതായത് 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു π/180 ഇൻറ്റു 60 ഇൻറ്റു 60. അങ്ങനെ ആകുമ്പോൾ 1920 സെക്കൻഡ് എന്തായിരിക്കും? 1920 ഇൻറ്റു π/180 ഇൻറ്റു 60 ഇൻറ്റു 60. ഇതിനെ കൊണ്ട് ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് റേഡിയൻ മെഷറിലേക്ക് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത മെത്തേഡും ഉപയോഗിക്കാം. ഇനി ഡി, അതായത് ദ ഡിസ്റ്റൻസ് ഓഫ് ദി സൺ ഫ്രം ദി എർത്ത് 1.496 ഇൻറ്റു അതിൻ്റെ ഡയമീറ്ററാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമ്മൾ ഈ ഇക്വേഷൻ ഡി ഈക്വൽ ടു AB/θ അല്ലെങ്കിൽ R is equal to L/θ, R is equal to L/θ എന്ന മെത്തേഡ്, ഇത് രണ്ടും സെയിം തന്നെയാണ്. L/θ എന്നുള്ള മെത്തേഡാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദ എർത്ത് L ആണ്. L is equal to R⁻. ഈ ഒരു R⁻ ഇവിടെയാണ് ചെയ്യുന്നത്. D ഇൻറ്റു തീറ്റ, D 1.496 ഇൻറ്റു 10⁻11 ആണ്, ഇൻറ്റു 9.1 ഇൻറ്റു 10⁻- ആണ്. അപ്പോൾ 13.93 ഇൻറ്റു 10⁸ മീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്മോൾ യൂണിറ്റ്സ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. അത് ലെങ്ത്തിൻ്റെ സ്മോൾ യൂണിറ്റ്സിനെയാണ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ടത് 1 മൈക്രോമീറ്റർ ഈക്വൽ ടു നമുക്കറിയാം 10⁻6 മീറ്റർ ആണ്. അതായത് 1 2 3 4 5 6 6 സ്ഥാനം പുറകോട്ട് നമ്മളെ ഈ ഒരു സംഖ്യയാണ് 1 മൈക്രോമീറ്റർ എന്ന് വെച്ചാൽ 10⁻6 എന്ന് വെച്ചാൽ ഈ ഒരു സംഖ്യയാണ്. 10 മുൻപ് ഇങ്ങോട്ട് സ്ഥാനങ്ങൾ മാറ്റിയിട്ട്. അപ്പം ഈ ചെറിയ വളരെ ചെറിയ ഒരു അളവാണ് ഇത്. അതിനെ പറയുന്നത് 10⁻6 എന്ന അളവിനെ പറയുന്നത് 1 മൈക്രോമീറ്റർ ആണ്. അതിനെ അടയാളപ്പെടുത്തുന്നത് 1 മൈക്രോമീറ്റർ ഇങ്ങനെ യു എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ചിഹ്നമാണ് മൈക്രോ, പിന്നെ മീറ്റർ, 1 മൈക്രോമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത 1 നാനോമീറ്റർ ആണ്, 1 nm നാനോമീറ്റർ. 10⁻9 മീറ്റർ ആണ് 1 നാനോമീറ്റർ. ഇതൊക്കെ ഓർത്ത് വെക്കണം. 1 ആങ്സ്ട്രോം, ANGSTROM, ആങ്സ്ട്രോം. ആങ്സ്ട്രോങ്ങിനെ രൂപപ്പെടുത്തുന്ന 1 എന്ന് എഴുതി മേലൊരു റൗണ്ടാണ് 1 ആങ്സ്ട്രോം. അത് 10⁻10 മീറ്ററിനെ പറയുന്നതാണ് 1 ആങ്സ്ട്രോം. 1 പൈക്കോമീറ്റർ എന്ന് വെച്ചാൽ 1 PM, 10⁻12 മീറ്ററിനെ പറയുന്നതാണ്. 1 ഫെർമി എന്ന് വെച്ചാൽ 10⁻15 മീറ്ററിനെ പറയുന്നതാണ്. അടുത്തത് സം ലാർജ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് നിങ്ങൾ മുൻപേ പഠിച്ചതാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, AU. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. സണ്ണിൻ്റെയും എർത്തിൻ്റെയും ബിറ്റ്വീനുള്ള ഡിസ്റ്റൻസിനെയാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വെച്ചാൽ 1.496 ഇൻറ്റു 10⁻11 മീറ്റർ ആണ്. ഇത് നിങ്ങൾ കാര്യമാക്കേണ്ട, ഇത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ട. ഇനി അടുത്തത് ലൈറ്റ് ഇയർ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ, അതായത് പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁸8. അതായത് ഈ പ്രകാശത്തിൻ്റെ വേഗത 3 ഇൻറ്റു 10⁸8 ആണ്. അത് ഇൻറ്റു ഒരു വർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? 365.25 ഇൻറ്റു ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്, 24 ഇൻറ്റു അതേപോലെ തന്നെ ഒരു മണിക്കൂറിൽ 60 മിനിറ്റ് ഉണ്ട്, 60 ഇൻറ്റു
1 മിനിറ്റിൽ 60 സെക്കൻഡ് ഉണ്ട് ഇൻറ്റു അത് ചെയ്താൽ 9.46 ഇൻറ്റു 10⁻15 മീറ്റർ. അതായത് ഇതൊരു കൊല്ലത്തിൽ സഞ്ചരിക്കുന്ന ദൂരം. പ്രകാശം ഒരു കൊല്ലത്തിൽ സഞ്ചരിക്കുന്ന ദൂരം 9.46 ഇൻറ്റു 10⁻15 മീറ്റർ. ഇത് മനസ്സിലായില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇതൊന്നുമില്ല, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതാണ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇതാണ് 3 ഇൻറ്റു 10⁸ ആണ്. പ്രകാശത്തിൻ്റെ സ്പീഡാണ്, സഞ്ചരിക്കുന്ന സ്പീഡിനെയാണ് 3 ഇൻറ്റു 10⁸. അത് ഇൻറ്റു ടൈം മീൻസ് 365.25 ഇൻറ്റു അങ്ങനെയുള്ള ടൈമാണ്. 24 മണിക്കൂർ 60 മിനിറ്റ് 60 സെക്കൻഡ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരം. അടുത്തത് പാർസെക്കാണ്. 1 പാർസെക് ഈസ് ദ റേഡിയസ് ഓഫ് എൻ ആർക്ക് ഓഫ് ലെങ്ത് ഓഫ് 1 astronomical ആൻഡ് ഹാവിങ് സെൻട്രൽ ആംഗിൾ 1 സെക്കൻഡ്. അതായത് 1 പാർസെക് എന്ന് വെച്ചാൽ ഈസ് ദ റേഡിയസ് ഓഫ് എൻ ആർക്ക്. ആർക്കിൻ്റെ റേഡിയസ് ആണ്. അതായത് ഒരു ആർക്കാണ് ഇതെന്ന് കരുതുക. ഓക്കെ, ആ ആർക്കിൻ്റെ ഈ ഒരു റേഡിയസ് ആർ എന്നതാണ് പെർസെക്. എന്തിൻ്റെത്? ഓഫ് 1 astronomical യൂണിറ്റ്. ആർക്ക് ലെങ്ത് ഇത് 1 AU ആണ്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ ആൻഡ് ഹാവിങ് സെൻട്രൽ ആംഗിൾ, ഈ ഒരു ആംഗിൾ 1 സെക്കൻഡുമാണ്. അതിനാണ് 1 പെർസെക് എന്ന് പറയുന്നത്. 1 പെർസെക് ഈസ് ഈക്വൽ ടു AB/θ. അതായത് നമുക്കറിയാം പെർസെക് എന്ന് വെച്ചാൽ ഇവിടെ റേഡിയസ് ആണ്. റേഡിയസ് ഈക്വൽ ടു നമ്മൾ ആദ്യം പഠിച്ചതാണ് 1 AU. ഇവിടെയുള്ള ഇത് ബൈ അതിൻ്റെ ആംഗിൾ, അതായത് 1. ഇത് ചെയ്താൽ ഈ 1 AU ബൈ 1 സെക്കൻഡ്. 1 സെക്കൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 1 സെക്കൻഡിനെ കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം പഠിച്ചതാണ്. 1 AUവിൻ്റെ അളവോടെ എഴുതിയിട്ട് 1.496 ഇൻറ്റു 10⁻11 ബൈ പൈ ബൈ 180 ഇൻറ്റു 60 ഇൻറ്റു 60. അതായത് അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇത് ചെയ്ത് കിട്ടുന്നത് 3.08 ഇൻറ്റു 10⁻16 മീറ്ററാണ്. ഇതാണ് 1 പെർസെക് എന്ന് പറയുന്ന ലെങ്ത്, ഡിസ്റ്റൻസ്.